പാലക്കുന്ന് ചിറമ്മൽ തല്ലാണി തറവാട്ടിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ക്ഷണപത്രിക പുറത്തിറക്കി. തറവാട് സന്നിധിയിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ നടന്ന ചടങ്ങിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ബ്രോഷർ പ്രകാശനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പാലക്കുന്ന് ഘടകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ചിറമ്മൽ പ്രാദേശിക സമിതിയിൽപ്പെട്ട മലാങ്കുന്ന് തല്ലാണി തറവാട്ടിൽ 2026 ഏപ്രിൽ 16 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷണപത്രിക പുറത്തിറക്കിയത്. ചൊവ്വാഴ്ച വൈകിട്ട് തറവാട് സന്നിധിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പാലക്കുന്ന് ക്ഷേത്രഘടകം ആചാരസ്ഥാനികരായ സുനീഷ് പൂജാരി, കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ, രവീന്ദ്രൻ കളക്കാരൻ, അശോകൻ നാലിട്ടുകാരൻ എന്നിവർ ബ്രോഷർ ഏറ്റുവാങ്ങി. ഇന്ന് നമ്മുടെ ഓരോ വീടും ഓരോ അനാഥാരങ്ങളായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വയസ്സായ ഒന്നുകിൽ അച്ഛൻ, വയസ്സായ അമ്മമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മൾ ഒരു വീട്ടിൽ വെറും ഒരാൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ അതൊരു ജയിലാണ്. അതായത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഒരുപാട് വീട്ടിൽ ആൾക്കാരുണ്ടായിട്ട് ആരോടും വർത്താനം പറയാനില്ല, രാവിലെ മുതൽ രാത്രി വരെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക അല്ല, ആ ഒരു ഇഷ്യൂസ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. നമ്മൾക്കൊക്കെ ഇപ്പൊ അറിയില്ല. കാരണം അത് ശരിക്കും ഒരു ജയിലാണ്. ആരും സംസാരിക്കാനില്ല, വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോ അങ്ങനത്തെ ഒരു ഇഷ്യൂ, ഓരോ വീടും ഇങ്ങനെ അനാഥാലയമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ രണ്ടാമത് ഇങ്ങനത്തെ പ്രശ്നം സെക്യൂരിറ്റി ഇഷ്യൂസ്. നിങ്ങൾക്ക് പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാകും, എന്താണ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി ആഭരണങ്ങളൊക്കെ ആവുന്നത്. അങ്ങനെ രണ്ട് ഇഷ്യൂസ് ആണ് നമ്മൾ ഇനി അടുത്ത 10 വർഷത്തെ നമ്മുടെ നാട് ഫേസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് എനിക്ക് തോന്നുന്നു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ CH നാരായണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ T രാജൻ, ക്ഷേത്രഘടകം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി PK രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണൻ ചട്ടഞ്ചാൽ, KB അപ്പു, ചേറ്റുകുണ്ട് മീത്തലവീട് തറവാട് തെയ്യങ്കെട്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ, ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് C രാജൻ പെരിയ, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ നരമങ്ങാനം, കരിപ്പൊടി പ്രാദേശിക സമിതി പ്രസിഡന്റ് PK വാസു, പാലക്കുന്നിൽ കുട്ടി, പള്ളം ശ്രീധരൻ, അച്യുതൻ പള്ളം, VV ബാലൻ, ദേവദാസ് ബേക്കൽ, P കുഞ്ഞിക്കണ്ണൻ, PP ചന്ദ്രശേഖരൻ, മാതൃസമിതി പ്രസിഡന്റ് ജയശ്രീ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ PB കുഞ്ഞിരാമൻ സ്വാഗതവും ചിറമ്മൽ പ്രാദേശിക സമിതി പ്രസിഡന്റ് PV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. മാർച്ച് 21-നാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള സുപ്രധാന ചടങ്ങായ കൂവമളക്കൽ. ന്യൂസ് ബ്യൂറോ, ഉദുമ.